കുറെ നേരം ആള് ഇവിടുത്തെ കുറച്ച് പനിയിപ്പിക്കുന്നത്. Are you okay? Is everything okay with you? Is your zip open? No, it's not. It's not. It's not. Are you sure it's not? ഒരു ചങ്ങായിമാർ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് സവാദും അതേപോലെ തന്നെ മസ്താനും തമ്മിലുള്ള KSRTC ബസ്സിൻ്റെ ഉള്ളിൽ കിടന്നിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ. അത് കുറച്ച് നാളുകൾക്ക് ഏറെ ചർച്ച ചെയ്യപ്പെടുക മാത്രമല്ല, ആ വിഷയം ഉണ്ടായതിനു ശേഷം നമ്മുടെ കേരളത്തിൽ പല പുതിയ പുതിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം, ബസ്സിനുള്ളിലും ട്രെയിനിനുള്ളിലും നടുറോട്ടിലൊക്കെ സ്ത്രീകൾക്ക് നേരെ പുരുഷന്മാരുടെ സാമാനം പൊക്കി കാണിക്കുന്ന പരിപാടികളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കൂടുതലായിട്ട് കേട്ടു തുടങ്ങിയത് ഈ സവാദിൻ്റെ ഈ മസ്താനിൻ്റെ വിഷയത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേണ്ടി ഒരു അസോസിയേഷൻ രൂപീകരിച്ചതിനെ കുറിച്ച് കേൾക്കുന്നതും ഈ പറയുന്ന മസ്താനിയുടെയും സവാദിൻ്റെ വിഷയത്തിന് ശേഷമാണ്. അതുമാത്രമല്ല, മറ്റൊരു അത്ഭുതം കൂടിയായിരുന്നു. പ്രതിക്കും വാദിക്കും വേണ്ടി സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ രൂപപ്പെട്ടു. അത് സ്ത്രീകൾ വരെ പുരുഷന്മാർക്ക് സപ്പോർട്ടായിട്ടും അല്ലെങ്കിൽ സ്ത്രീകൾ വരെ ഈ സവാദിന് സപ്പോർട്ടായിട്ട് വരെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ഈ സവാദിൻ്റെ മസ്താനിയുടെ വിഷയത്തിലുണ്ടായിരുന്നു. അതിനുശേഷം സവാദിൻ ജാമ്യം കിട്ടി പുറത്തു വരികയും മാലയിട്ട് സ്വീകരിക്കുകയും എന്തോ ഒരു ആർമിയിൽ നിന്ന് പട്ടാളത്തിൽ നിന്നൊക്കെ പോയിട്ട് യുദ്ധം ജയിച്ചു വരുന്ന ഒരു സൈനികന് കിട്ടുന്ന അതേ ബഹുമതിയോടുകൂടിയൊക്കെയാണ് സവാദിന് ഈ പുരുഷ കേസരികളൊക്കെ കൂടി ആനയിച്ചു കൊണ്ടുവന്നത്. എന്നിട്ടും സവാദ് അങ്ങനെ ആരോടും മിണ്ടേ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. തുടർന്ന് ഒരു 6 മാസങ്ങൾക്ക് ശേഷം എന്നിട്ട് കഴിഞ്ഞ ദിവസം സവാദ് തനിക്കെന്താണ് സംഭവിച്ചത്, അന്ന് ബസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടായത്, തൻ്റെ നിരപരാധിത്വത്തിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് സവാദ് അങ്ങനെ വന്നിട്ടുണ്ട്. സവാദ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം. എന്താണ് ആശാന നിരപരാധിത്വം എന്നതിനെ കുറിച്ച് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം. ആകെ കുറച്ച് സംസാരിക്കുന്നു, അധികമൊന്നും അവരുടെ വായിട്ടെടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുകൊണ്ട് തന്നെ കേട്ടു നോക്കും. ഓട്ടമായിരുന്നു. അതായത് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവർ ശ്രമിച്ചു നോക്കി ഫേമസ് ആവാൻ വേണ്ടി. പക്ഷെ ഒരു തരത്തിലും നടക്കാതായപ്പോഴാണ് നമ്മുടെ ഹിന്ദി ഫിലിമിലുള്ള ഇതേ സംഭവം, എനിക്ക് നടന്ന അതേ സംഭവം ഒരു ഹിന്ദി ഫിലിമിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇവർ കണ്ടു. പക്ഷേ ഇവർ കരുതിയത് വേറെ ആരും ഇതൊന്നും കാണില്ല എന്നാണ്. പക്ഷേ അത് സെയിം എന്നിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ അതിലുള്ള ഡയലോഗും ഇതിലേക്ക് പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ അതും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതും പലരും പോസിറ്റീവ്സായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ ഫേമസ് ആകും എന്ന ഒരൊറ്റ ലക്ഷ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ പീഡിപ്പിക്കപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ പോസ്കോ കേസുകളും കള്ളക്കടത്തും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനൊക്കെ ചെറിയ ഒരു ഹെഡിങ് ആയിട്ട് മീഡിയകൾ തള്ളിക്കളയുമ്പോൾ ബസ്സിൽ നടന്ന ഈ ചീറ്റിംഗ് വിഷയത്തെ അവരുടെ ഒരു ആവശ്യങ്ങൾ കൊണ്ട് മാത്രം ഓരോ മീഡിയകളോടും ഇതൊരു നിധി കിട്ടിയതുപോലെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്തൊക്കെയാണ് കളിച്ചു കൂട്ടിയത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇത് ഫേമസ് ആവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഒരു കാര്യമാണെന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. കാരണം സ്വന്തം പരാതി സാധാരണ നമ്മുടെ സ്വന്തം പരാതികൾ പറയുക നമുക്കുള്ള ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ സീക്രട്ട് നെയിമുകളോ ഒന്നുമല്ല. ഇവരാദ്യം അവരൊരു പരാതി തന്നെ മീഡിയകളിൽ ഇടുമ്പോൾ പറയുന്നത് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ID വെച്ചിട്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് പുതിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത്. അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം ആദ്യമേ പറയാം, ഞാൻ 10 മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത്. അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ 10 മിനിറ്റ് സമയം മാത്രമാണുള്ളൂ. നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഈ 10 മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടി ആഘോഷങ്ങളും മീഡിയകളും എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ 10 മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ്. ഞാനിത് എടുത്തു പറയാൻ കാരണം അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഫോൺ ചെയ്തു, അതുപോലെ തന്നെ ഉറങ്ങി എന്നൊക്കെ. അതുപോലെ അതിനുശേഷം ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നു. ഇതിനൊക്കെ ഈ ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നടക്കുമോ ഇല്ലയോ എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം ആദ്യം തന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ അറിയപ്പെടാൻ വേണ്ടിയാണ് തൻ്റെ മുന്നിൽ മറ്റൊരു പുരുഷൻ സാമാനം പൊക്കി കാണിച്ചു എന്ന് പറഞ്ഞ് മസ്താനി വന്നതെന്നാണ് സവാദ് പറയുന്നത്. പിന്നെ 10 മിനിറ്റിൻ്റെ കാര്യം പറയാണ്ട്, ഇന്ന് പല പുരുഷന്മാരും സാമാനത്തിന് ഉത്തേജനം തന്നെ 4-5 മിനിറ്റ് വരെ നിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ 10 മിനിറ്റൊക്കെ വളരെയേറെയാണ് സവാദ്. പിന്നെ അത് മാത്രമല്ല സവാദ് കുറേ തെളിവുകളൊക്കെ പറയുന്നുണ്ട്. ഇനി വിഷയം എന്താണെന്ന് കൂടി പറയുന്നുണ്ട് സവാദ്. ഈ അങ്കമാലിയിൽ നിന്നാണ് കയറിയതും അങ്കമാലിയിൽ നിന്ന് മാഞ്ഞാലി വരെയാണ് കയറിയിട്ടുള്ളൂ എന്നൊക്കെ സവാദ് പറയുന്നത്. ഞാൻ അങ്കമാലി ഉണ്ടായിരുന്നു. അത് 10 മിനിറ്റ് കൊണ്ടൊന്നും എന്താ മാഞ്ഞാലിയിലൊന്നും എത്താൻ പോകുന്നില്ല. അത് വെറുതെ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോപ്പ് ഉണ്ട്. KSRTC ബസ്സാണെങ്കിൽ പോലും 2-3 സ്റ്റോപ്പ് അതിൻ്റെ ഇടയിലുണ്ട് എന്ന കാര്യം കൂടി ഉണ്ട്, ഓർക്കണം. ഇനി ബാക്കി എന്താണ് സവാദ് പറയുന്നതും കൂടി കേട്ടു നോക്കാം. എന്നാലും 10 മിനിറ്റ് ഇതിനൊക്കെ വളരെ കൂടുതലാണ് എന്ന കാര്യം മറക്കേണ്ട എന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അടക്കം അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോർ വഴി ഞാൻ ബസ്സിലേക്ക് കയറിയത്. ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗുറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ആക്കും. അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പം നല്ല ടയർഡായിരുന്നു, നല്ല വെയിലായിരുന്നു, നല്ല വേർത്തിരുന്നു. ഫ്രണ്ട് ഡോർ വഴി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിലൊരു സീറ്റുണ്ട്, സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട്, എൻഡിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നൊറ്റ ചിന്തയായിരുന്നുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട്
നീങ്ങി തരാൻ പറഞ്ഞു. അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന മട്ടിൽ അവർ മാറിത്തരാണ് ചെയ്തത്. ഒരു കാര്യം ഓർമ്മിക്കുക, പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത്. ഓർക്കുക, KSRTC ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും. ആ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. നമുക്ക് കയറി ഇരിക്കാൻ പറ്റും, ഒരാളെ തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറി ഇരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ അവർ എഴുന്നേറ്റ് തരണം, അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് മാറി തരണം, അല്ലാതൊന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ. അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല, രണ്ടാളിരിക്കും അതിൻ്റെ ഇടയിലേക്ക് കയറി ഇരിക്കാനൊന്നും. അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കമുണ്ടായിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളുണ്ടായി. ആ വാക്ക് തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ, അതായത് ഫക്ക് യുവർ മം ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എന്നിലേക്ക് ഉപയോഗിച്ചു. അതെനിക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കൃത്യമായിട്ട് അതിന് പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു. എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. സവാദ് പറയുന്നു, സവാദ് ഫ്രണ്ടിൽ കൂടി കയറി വന്നപ്പോൾ തന്നെ ഇരിക്കണം വളരെ ക്ഷീണിതനായി ദുഃഖിതനായിട്ടാണ് കയറി വരുന്നത്. കാരണം തൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടപ്പാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടി നടന്നിട്ട് ആകെ ക്ഷീണിത കുണ്ടിലിതനായിട്ട് ബസ്സിൻ്റെ ഫ്രണ്ടിൽ കയറിയപ്പോൾ തന്നെ 2 പെൺപിള്ളേർ ഇരിക്കുന്ന 3 സീറ്റിൻ്റെ സ്ഥലം കണ്ടു. സവാദ് ഇരിക്കാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നു. ഒരു പെൺകുട്ടി സൈഡിലേക്ക് മാറുന്നു, കാരണം ആ പെൺകുട്ടിക്ക് ഉടനെ ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ സവാദ് നടുക്ക് പോയിരിക്കുന്നു. അതിന് അവർ അനുവദിച്ചിട്ട് ഇരുന്നെന്നാണ് പറയുന്നത്. അപ്പം തന്നെ മസ്താനിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലവില്ല കല്ലവില്ല ആകുന്നു. മസ്താനി തോന്നിയ വാസം പിടിച്ച് പറഞ്ഞു എന്നാണ് സവാദ് പറഞ്ഞത്. കൂടെ ഉമ്മയെ കൂടി ഉദ്ദേശിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ സവാദും തിരിച്ച് പറഞ്ഞു എന്ന് കൂടി പറയേണ്ടത്. അതാണ് ഇതിനൊക്കെ തുടക്കം, മനസ്സിലായില്ലേ? അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് സവാദ് ഈ സാമാനം എടുത്ത് കാണിച്ചെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഈ ഒറ്റമേളൊക്കെ ഉണ്ടാക്കിയതെന്നാണ് സവാദ് പറഞ്ഞു വരുന്നത്. അതുകൂടി കേട്ടോക്കാം. അത് പറഞ്ഞപ്പം ആദ്യമേ പറയും, ഇവരെ കൂടെ പിറകിൽ ആളുണ്ട്, 100% ആളുണ്ട് എന്നാണ് എൻ്റെ കൃത്യമായ ബോധ്യം. കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ്സിൽ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സംഭവം അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു നോർമൽ അല്ലാത്ത ആളെപ്പോൾ ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽപ്പം തന്നെ എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വളരെ വൃത്തികെട്ട രൂപത്തിൽ പലതും വിളിച്ചു പറയുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു. ആ ബാഗ് എടുത്ത് മാറ്റി ഞാനത് പ്രൂവ് ചെയ്തു. പക്ഷെ അവർ ഒഴിവാക്കുന്നില്ല. ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. ആ സ്പോട്ടിൽ തന്നെ അവരെനിക്കെതിരെ ഫോൺ ഉയർത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് പതിർപ്പി, അതാ എൻ്റെ ആ നോട്ടം. അപ്പം അവർ കൃത്യമായിട്ട് എനിക്കെതിരെ ഫോൺ ചൂണ്ടിയപ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് ഫോൺ വീഡിയോ തന്നെ അത് പ്രൂവ് ചെയ്തു. എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എൻ്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർക്ക് മുന്നിൽ തെളിയിച്ചു. പക്ഷേ കണ്ടക്ടർ എന്നെ നോക്കി. അപ്പം ഞാനത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നോ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കൂലേ? ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല. കാരണം കണ്ടക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവർ പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് അതിനെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല. അത് കണ്ടക്ടർ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയുന്നുണ്ട് അവൻ ബോൾട്ടായി അവിടെ നിന്നിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എന്തുകൊണ്ട് ഓടി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അവർ ബസ്സിലുള്ളവരോട് പറയാണ്, എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത്, അതാരും പ്രതികരിക്കാത്തത്, ഇതിലാരും ആണുങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ച് വികാരം കൊള്ളിക്കുകയാണ്. കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട്. അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് എന്നെ തല്ലിക്കണം, എൻ്റെ ബ്ലഡൊക്കെ വന്ന് ഇപ്പം 1, 2, 3 ആൾക്കാരോ അല്ലെങ്കിൽ 5 ആൾക്കാരോ നമുക്ക് തിരിച്ചു തല്ലാം അല്ലെങ്കിൽ പ്രതികരിക്കാം. ഇവർ പെണ്ണാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവരും തല്ലും. അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവരും തല്ലും. തല്ലി കുടുക്കൊക്കെ പൊട്ടി മുറിഞ്ഞ് ബ്ലഡൊക്കെ വന്ന് ഒരു പ്രതിയെ കിട്ടിയിട്ട് ഏൽപ്പിക്കുന്നത് പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവരുടെ പ്ലാനിങ്. അവർ കൃത്യമായ പ്ലാൻ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് എൻ്റെ സെൽഫ് പ്രൊട്ടക്ഷൻ, അത്രയേ പറയാനുള്ളൂ. ഞാൻ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് എവിടെയെങ്കിലും എസ്കേപ്പ് ആവാം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങി കണ്ടക്ടർ തെറിപ്പിച്ച് ഓടിയത്. അത് തന്നെ ഒരു കാര്യം ഓർമ്മിക്കുക, അവിടുന്ന് ഓടിയിട്ടില്ലെങ്കിൽ എന്നെ തല്ലിച്ചതച്ച് ഒരു പ്രതിയെ പോലെ പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഈ വന്ന് നിൽക്കുന്നത് പോലെ നിൽക്കാൻ. അപ്പോൾ സവാദ് പറഞ്ഞു വരുന്നത് ഈ പെൺകുട്ടി ബസ്സിലിരുന്ന് സീറ്റിലിരുന്ന് സവാദ് ഇങ്ങനെ കാണിക്കുന്ന ഒരു ഒച്ച ഉണ്ടാക്കി സവാദ് അപ്പോൾ തന്നെ സീറ്റിൽ നിന്ന് ഇറങ്ങി. എന്നുവെച്ചാൽ ഈ പെൺകുട്ടിയുടെ മട്ടും അതിന് കണ്ടപ്പോൾ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടിട്ട് സവാദ് എണീച്ചപ്പോൾ തന്നെ ഈ പെൺകുട്ടി വിഷയം ഉണ്ടാക്കി എന്നാണ് സവാദ് പറയുന്നത്. സൈഡിൽ ഞാൻ അന്നത്തെ ആ റീല്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ മറ്റൊരു ചാനലിൽ നിന്ന് എടുത്താണ്ട് ആ റീല് ഞാൻ ഇവിടെ സൈഡിൽ കൊണ്ട് കണ്ടാൽ മതി. അത് സവാദിൻ്റെ മുഖഭാവം കണ്ടിട്ട് സവാദ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അതേപോലെ തന്നെ സവാദ് പറയേണ്ടത് കണ്ടക്ടറിനോട് ഞാൻ തെളിവുകൾ കാണിച്ചു കൊടുത്തു. എന്താണ് തെളിവ്? സിബ് പൂട്ടിയിട്ടില്ല, സാമാനം പുറത്ത് വന്നിട്ടില്ല എന്ന തെളിവ് കാണിച്ചു കൊടുത്തുന്നു. എന്നാൽ കണ്ടക്ടറിന് അത് മനസ്സിലായി എന്ന് പറയുന്ന സവാദിനെ കണ്ടക്ടർ തന്നെയാണ് പിടിച്ചു നിർത്തുന്നതാണ് നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത്. കാരണം വീടാതെ ഷർട്ടുമ്പോൾ പിടിച്ച് വെക്കുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ സവാദ് പറയുന്നുണ്ട് ഇത്രയും ടൈറ്റ് പെയിൻറ്റും അതിൻ്റെ ഇടയിൽ ഇത്ര വലിയ ടൗസറും ഒക്കെ ഇട്ടാൽ എനിക്ക് എൻ്റെ സാമാനം പുറത്തെടുക്കാൻ സമയം കിട്ടില്ല. അതും ഈ 10 മിനിറ്റ് കൊണ്ട് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ലോകത്ത് എല്ലാവരും വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഈ വെല്ലുവിളിയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഇംഗ്ലീഷ് മറ്റേ സിനിമകളിലൊക്കെ കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരും. കാരണം അവർ ഇതിലൊക്കെ എക്സ്പെർട്ടാണല്ലോ. ഇനി സവാദ് ഈ പറയുന്ന എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അതിന് മുമ്പ് വന്നേക്കണം ആ വീഡിയോ ഒന്ന് കാണും നല്ലതായിരിക്കുമെന്ന് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നെ 6 മാസം എടുത്ത് സവാദ്
സവാദിനെ കുറിച്ച് പറയാൻ പറ്റും. പിന്നെ ഈ പെൺകുട്ടികൾക്കെതിരെയൊക്കെ ഒരുപാട് പേര് സവാദിന് മെസ്സേജും കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. സവാദ് പറഞ്ഞിട്ടുണ്ട് എനിക്കതൊന്നും വേണ്ട, എൻ്റെ ഭാഗം തെളിയിക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഒരു തെളിവും സവാദ് കാണിച്ചതായിട്ട് ഞാൻ കണ്ടില്ല, പകരം പറയുന്നത് മാത്രം കേട്ടിട്ടുള്ളൂ. ഇനി കൂടാതെ 6 മാസം എടുത്തു സവാദ് സോഷ്യൽ മീഡിയ ഒന്ന് പറയാൻ വേണ്ടി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ പോലും 6 മാസം എടുത്തു. പിന്നെ സവാദിന് അതുകൊണ്ടൊരു നഷ്ടമോ സവാദ് തൂങ്ങിച്ചാവാനും പോലും. പിന്നെ ബിസിനസ്സിൽ കുറച്ച് പൈസ ഒക്കെ മുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം സവാദിന് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതുമൂലം സോഷ്യൽ മീഡിയയിലായാലും ഇന്ന് നമ്മുടെ സമൂഹത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സവാദ് മസ്താനിയുടെ വിഷയങ്ങൾക്ക് മുമ്പും സവാദ് മസ്താനിയുടെ വിഷയങ്ങൾക്ക് ശേഷം അങ്ങനെ വേണ്ട 2 കാലഘട്ടമായി നമുക്ക് തിരിക്കാം ഈ പ്രശ്നങ്ങൾക്കിടയിലൊക്കെ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ, ഈ വിഷയം വന്നതിന് ശേഷമാണ് പെണ്ണിന് ആണുങ്ങൾ സപ്പോർട്ടും ആണിന് പെണ്ണുങ്ങൾ സപ്പോർട്ടുമായി വന്നതൊക്കെ കണ്ടത്. ഒരുപാട് പേര് മറ്റേ അച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയൊക്കെ ഉണ്ടല്ലോ മറ്റേ ടിക്ടോക്കിലൊക്കെ ആ വിദേശത്തെ ആണെന്ന്, അവളൊക്കെ ഈ മസ്താനിനൊക്കെ അറിഞ്ഞും പറഞ്ഞ് തെളിയിക്കണ്ടായി. പിന്നെ ഈ മസ്താനിക്ക് സപ്പോർട്ടായി നമ്മൾ ഷെഫീൻ ഹബീബൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായി. പിന്നെ ന്യൂസ് ഏക്കറിൻ്റെ ചാനലിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ ന്യൂസ് ഏക്കർ ഈ പറയുന്ന സവാദിനെ സപ്പോർട്ട് ചെയ്താലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സവാദിനെതിരെ, ഇത്ര മാത്രം പറയുന്നുള്ളൂ. ഇനി ആരും ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊന്നും കാണിക്കാതിരിക്കട്ടെ. കാരണം കാണിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ വീട്ടിലെ മക്കൾ പോലും കണ്ടിട്ടില്ലെങ്കിൽ അതുപോലും മക്കൾ ഈ വീട്ടിലെ എല്ലാ അച്ഛൻ്റെ സാമാനങ്ങൾ കാണേണ്ടി വരും. അത്രയും പറയുന്നുള്ളൂ. ബൈ.